പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ, ജോബി ചേട്ടൻ. ജോബി ചേട്ടാ, എന്നൊക്കെയാണ് നമ്മുടെ ഫാമിലെ കൃഷികളൊക്കെ എന്ന് പറഞ്ഞു? ഫാമിലെ കൃഷി ഈ പ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്നത് ബന്ദി കൃഷി ചെയ്തിട്ടുണ്ട്. ആണോ? സാമ്പിൾ നോക്കിയതാണ്. ഇതിവിടെ ഉണ്ടാകുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തുക. കമ്പം വെട്ടി നമ്മൾ സംഭവം വിജയിച്ചു. കമ്പത്ത് ചെയ്ത് വിജയിക്കുന്നുണ്ട്, മെറ്റിലും കൂടെ ചെയ്യാവുന്ന ചെയ്തു. സംഭവം വിജയമായിട്ടുണ്ട്, പൂക്കളായിട്ടുണ്ട്. നല്ല അടിപൊളി പൂവാ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് സെറ്റപ്പായിട്ട് ചെയ്യാൻ തോന്നുന്നു. ചെയ്ത് നോക്കിയതാ. അതിനാണ് സംഭവം നല്ല രീതിക്ക് പൂവാകുന്നുണ്ട്. താഴോട്ടെല്ലാം മൊത്തം വെച്ചിട്ടുണ്ടല്ലേ? ചുമ്മാ സാമ്പിൾ ഏലം വെച്ചതിൻ്റെ അകത്തൊക്കെ ഇടയ്ക്ക്. ഇതിപ്പോൾ നമ്മൾ പറിച്ച് നമ്മൾ എവിടെ കമ്പത്താണ് മാർക്കറ്റ്? കമ്പത്ത് കൊടുക്കാനായിട്ടാണ്. കമ്പത്ത് കിലോയ്ക്ക് 450 രൂപ വിലയുണ്ട്. അപ്പോൾ ഒരു പൂവ് ഏതാണ്ട് ഒരു 100 ഗ്രാമിന് അടുത്ത് വരുമെന്ന് തോന്നുന്നല്ലേ? മുഴുത്ത പൂവ് 100 ഗ്രാം അടുത്ത് വരും. അപ്പോൾ നല്ല പരിപാടിയാണ്. അപ്പോൾ നമുക്കിത് വിപുലമായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണോ? അടുത്ത വർഷം ഓണത്തിന് നോക്കണം. ഓണത്തിന് നമ്മളിത് വിപുലമായിട്ട് ചെയ്യുക. നമ്മളും കൂടാം. പിന്നല്ലാതെ ഇതുണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഒരു സുഹൃത്തുണ്ട്, ജോബി എന്നും പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലോട്ടുള്ള വഴിയാട്ടോ ഈ മൂങ്കിപ്പളം എന്ന് പറയുന്ന സ്ഥലമാണേ. ഇതിൽ നമ്മൾ കമ്പംമെട്ടിന് തിരിച്ചു പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഭാഗമൊക്കെ നല്ല രസമാണ്. ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ല ഈ താഴ്വശം എല്ലാം കണ്ടമാണേ. ഇഷ്ടം പോലെ മീനൊക്കെ ഉള്ളൊരു കുളമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ചെന്ന് നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല എനിക്ക് ഇവിടെ ഇന്നാള് നമ്മൾ വന്ന് ഓർക്കുന്നുണ്ടോ? നല്ല രസമല്ലേ ഇവിടെ? നല്ല അടിപൊളി സ്ഥലമല്ലേ? എനിക്കിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും ഇടയ്ക്കൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുന്നത്, പക്ഷെ സമയം കിട്ടുന്നില്ലായിരുന്നല്ലോ. കൊടിയുണ്ട്, ഏലമുണ്ട്, പിന്നെ ഈ ചെടി വെച്ചേക്കുന്നത് കൊണ്ട് നല്ല രസമാണേ. അടിപൊളിയാണ് കാണാൻ. അതെ അതെ, ജോബി ഇന്നാള് പറഞ്ഞായിരുന്നു. അതെ അതെ, നമ്മൾ ചുമ്മാ ഇറങ്ങിയതാ, കാണാൻ വന്നാന്ന് പറയാല്ലേ. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, മറ്റേ അവിടെ നിന്നാണ്ടൊക്കെ പറിക്കുന്നുണ്ട്. ഓറഞ്ച് പറിക്കുക. ഇത് നമ്മുടെ ഒരു അടിപൊളി ഫാം ഹൗസാണ് കേട്ടോ. ഫാം ഹൗസിനകത്ത് മീന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളെ കുട്ടിപ്പട്ടാളം എല്ലാം കൂടെ കണ്ടോ? ഇട്ടോടാ, കാണിച്ചേ. അതെ, അത് കണ്ടോ? ഇവന്മാരെ ഒന്നിച്ചാ പഠിക്കുന്നത്. വലിയ മീനുണ്ടോ? അതെ വരുന്നല്ലോ. കൊള്ളാം അല്ലേ? ഇന്നാൾ വന്നപ്പം വലിയ ചേറും ഇതുണ്ടായിരുന്നല്ലേ, ഗോൾഡ് ഫിഷ്. ഇപ്പോഴും ഉണ്ടോ? കട്ട്ലയുണ്ടോ അല്ലേ? കൊടുക്കുന്നുണ്ടോ? പിടിക്കുന്നുണ്ടോ? ഇതുണ്ടോ, നമ്മുടെ മീനെ പിടിക്കാനായിട്ട് മീനെ തിന്നാൻ നീർക്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ നീർക്കാക്ക കൊണ്ടുപോയാൽ പിന്നെ എന്നാ ചെയ്യും ജോബി? മുതൽ നഷ്ടമാകും. അപ്പം ഒത്തിരി വരുന്നുണ്ടല്ലേ? കുളക്കോഴിയുണ്ട്, വലിയ കാക്കയാ. കുറെ ചാടിപ്പോയി കാണും അല്ലേ? കുളമെല്ലാം നിറഞ്ഞു പോയി. അത് ഭയങ്കര ഇടപാടായി പോയി കേട്ടോ. പക്ഷെ മീൻ എന്നാലും മീനുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ആ സമയത്ത് ഇതിനകത്തൂടെ എല്ലാം വെള്ളം കയറി ഒഴിയും. അതെ അല്ലേ? ഇട്ട് കൊടുത്ത തീറ്റ എല്ലാം താറാവ് തിന്നുക കേട്ടോ. ഇത് താറാവ് സ്പെഷ്യൽ ഐറ്റം താറാവാണോ? മണിത്താറാവ് അല്ലേ? 5 കിലോ വരെയൊക്കെ ആകുന്നതല്ലേ? നമ്മുടെ സാധാ താറാവല്ല, മണിത്താറാവാണ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. അതുകൊണ്ടോ കുറച്ച് പേര് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോയി ചിറകൊക്കെ വിരിച്ച് തോട്ടത്തിനകത്ത് പോയിരിക്കുന്നുണ്ടോ? അതെ 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 അതെ. ഇത് ചെറിയ കാപ്പി. ഇതെന്നാ കാപ്പിയാ ജോബി? ചന്ദ്രഗിരി അല്ലേ? ചന്ദ്രഗിരി എന്ന് പറഞ്ഞ സൈസ് കാപ്പിയാ. ഇത് അധികം പൊക്കമില്ലായിരിക്കും അല്ലേ? പൊങ്ങി വരുന്നത് വെട്ടി ഇത് ഈ കിളിപ്പൊടിച്ചു വിടുമായിരിക്കും അല്ലേ? വെക്കുകയല്ല. നല്ല സെറ്റാക്കി എടുത്തല്ലേ? ഫാം നല്ല അടിപൊളിയാക്കി. ഈ കാപ്പിയുടെ മണ്ടയിലത്ത് ഈ ചെളി പോലെ ഇരിക്കുന്നുണ്ടോ? ഇത് വെള്ളം പൊങ്ങിയപ്പോൾ ഇതിന്റെ മേളി വരെ വെള്ളമായിരുന്നു അവിടെ. അതന്നെ മറ്റേ റംബൂട്ടാ അല്ലല്ലോ, മാങ്കോസ്റ്റാണോ? അതും കാപ്പി തൈയാണോ? റോബസ്റ്റാ അല്ലേ? ഇതിനകത്തോടെ ജാതിത്തയും ഉരുളക്കിഴങ്ങും എല്ലാ സാധനവും ഉണ്ട്. കൃഷികൾ മൊത്തം ഉണ്ട്. എല്ലാവരും ഏരിയ പശുവിനുള്ള പുൽത്തീറ്റ ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ മൊത്തം അല്ലേ? ബാക്കി മുഴുവൻ ബാക്കി കൃഷികളാണ്. തെങ്ങ്, കാപ്പി, കൊടി, ഏലം, വാഴ എന്ന് വേണ്ട സകല ഐറ്റം ഉണ്ട്. അതിൻ്റെ കൂടെ മീനുമുണ്ട്. മീൻകുളത്തിനകത്ത് നല്ല ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലോ.
ഈ കാപ്പിയല്ലേ ആ. കഴിഞ്ഞ ആഴ്ച പറിച്ചെന്ന് പറഞ്ഞു നിറയെ കാപ്പിക്കുരു പഴുത്ത് നിൽക്കുമായിരുന്നു. അതെല്ലേ. ആ ശരിയാ, അപ്പോൾ കാപ്പി മൊത്തം പറിക്കുന്ന സമയമായി. പറിച്ചെന്ന് പറഞ്ഞു. ആ ഇത് കണ്ടോ കുഞ്ഞി, നല്ല അടിപൊളി ഒരു കുമ്പളങ്ങ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടായിരുന്നു? ഇല്ലല്ലോ. കുമ്പളം അല്ലേ? കുമ്പളോ വേറെന്തോ ഉണ്ട്. ഇത് കണ്ടോ, കണ്ടോ, കുമ്പളം അല്ലാതെ. എവിടെ? ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? ഫാമെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം സാധനമുണ്ട്. പാഷൻ ഫ്രൂട്ട് അല്ലേ, തെങ്ങേക്കൂടെ കയറിയാ. തെങ്ങക്കൂടെയാണ് പാഷൻ ഫ്രൂട്ടും കുമ്പളവും ഒക്കെ കിടക്കുന്നത്. ഇതുകൊണ്ടോ കവുങ്ങിൻ്റെ നല്ല ചെറിയ തൈ കണ്ടോ. ഇപ്പോൾ ഇത്ര ആയതുള്ളൂ. ഇത് ഇന്നാൾ വന്നപ്പോൾ ഇത് ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. എല്ലാം അടിപൊളി സാധനം. 4-5 വർഷം അല്ല 3-4 വർഷം. അതെ അതെ. 2 വർഷം. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നതേ. ഈ മീനിനെ തീറ്റയ്ക്കായിട്ടേ പിന്നെ ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ്. ഇത് കണ്ടോ, ഈ മണിത്താറാവിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെള്ള ചുവപ്പ് കളറ്. ഇതുങ്ങളെ ഈ കുളത്തിലിറങ്ങിയാൽ മീനിനെ ഒന്നും പിടിക്കാലെന്നാ പറയുന്നത്. ഇവന്മാർ ഈ കുളി കഴിഞ്ഞ് കയറി പോരത്തുള്ളൂ. കുളത്തിൽ നിന്ന് മീനെ ഒന്നും പിടിക്കാലെന്ന് പറഞ്ഞു. അതെ അതെ അതെ. തൂവലത്തിന് പൊഴിയുന്നുണ്ടെന്ന് തോന്നില്ല. ഉണ്ടോ, ജോബിച്ചേട്ടൻ്റെ തോട്ടത്തിൽ ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ല കേട്ടോ. അതെ. വലുത് പഴം അടിപൊളി സാധനം കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. കോഴിയുണ്ട്, താറാവുണ്ട്, മീനുണ്ട്. അത് കൊള്ളാലോ, നല്ല സെറ്റപ്പ് സാധനം അല്ലേ. ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇത് ചാമ്പങ്ങ, ഇത് ആത്തക്ക, പേരക്ക, ഓറഞ്ച്, സകല ഐറ്റം ഉണ്ട്. നല്ല സാധനമുണ്ട്. അപ്പുറത്ത് നല്ല ചെടിയുണ്ട് കേട്ടോ. ഇത് മറ്റേ നാട്ടുകോഴി. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ കൂടിനകത്ത് കാണിച്ചാ. ഇത് കണ്ടോ, ഇത് സാധാ താറാവുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് കണ്ടോ, അത് സാധാ താറാവും ഉണ്ട്. അപ്പുറത്ത് കണ്ടോ ഒരു നാട്ടുകോഴി കിടക്കുന്നുണ്ടോ, കണ്ടോ. അത് കൊള്ളാം അല്ലേ. ഇതിനകത്തും കോഴിയാ കേട്ടോ. ഇതിനകത്ത് ഇഷ്ടം പോലെ കോഴി കിടപ്പുണ്ട് കണ്ടോ. ജയിലിട്ടേക്കോ തോന്നല്ലോ. ഞങ്ങളിവിടെ എല്ലാം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാവോ? കാണിക്കാവോ? അറിയത്തില്ലേ? അത് കൊള്ളാമല്ലോ. ഓറഞ്ച് അല്ലേ. ഓറഞ്ച് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ നിറയെ ഉണ്ട് കേട്ടോ. നിറയെ ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട്. പുളിയായിരിക്കും. ഇതുണ്ടോ ഒരു റോസ നിൽക്കുന്ന കണ്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ കമ്പ് കണ്ടോ. എന്തേരം പൂവാന്ന്, ഇഷ്ടം പോലെ പൂവാ കേട്ടോ. അതുകൊണ്ട് അതുമല്ല നല്ല പഴക്കമുള്ള കേട്ടോ. നല്ല വർഷങ്ങളായതാന്ന് തോന്നുന്നു. വെട്ടി വെട്ടി വിട്ടിട്ടേ നിറയേം പൂവാ. വെട്ടി വെട്ടി വിടണം റോസ്, എങ്കിലേ ഇതുപോലെ പൂവായി നിൽക്കും. ഞാൻ പറഞ്ഞേ, അമ്മയോട് പറഞ്ഞേ, നീ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കമ്പ് കിട്ടുമെന്ന്, എന്നാൽ അവളെ കാണിക്കണം. ഞാൻ പകരം വേറെ തരാന്ന് പറഞ്ഞു. സെറ്റപ്പ് അല്ലേ തോട്ടം, അടിപൊളി പോലെ പൂക്കളും. മുഴുവൻ പച്ചക്കറിയുടെ വേസ്റ്റ്. ഇത് പച്ചക്കറിക്കാർ കൊണ്ട് തരുന്നതല്ലേ, ഹോൾസെയിൽ കടക്കാർ. ഇത് നമ്മൾ മറ്റേ താറാവിനും മീനിനും എല്ലാം ഇട്ട് കൊടുക്കും അല്ലേ. എല്ലാം അടിപൊളി സാധനങ്ങളാണല്ലോ എല്ലാം. മൊത്തം ക്യാബേജിൻ്റെ ഒക്കെ അല്ലേ കൂടുതൽ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പശുവിനും കൊടുക്കാം. ഇവിടെ നമുക്കെന്നാ അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അതെ, ഞാൻ എങ്ങനെ റോസക്കമ്പേ വലിയ റോസയുടെ കമ്പ് എങ്ങനെ ചോദിക്കുന്നതെന്ന് ഓർത്തിരിക്കുവായിരുന്നേ. അന്നേരം ഏതായാലും ഇങ്ങോട്ട് അല്ലേ. അപ്പൊ അപ്പുറത്തെ ഇത് തറവാട് വീടല്ലേ. അപ്പം ജോബിച്ചേട്ടൻ്റെ വീട്ടിലെ പുള്ളി പറഞ്ഞു അവിടെ ഈ നാളെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടേ പുള്ളിക്ക് കുറെ ഈ ജമന്തി ബന്ദിയില്ലേ, ബന്ദി കൃഷി ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുവാണ്, അത് വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞേ. ഇവിടെ എങ്ങനെ കൃഷിയായിട്ട് ചെയ്യുമോ? അത് ഇന്ന് തമിഴ്നാട്ടില് ഇന്ന് വൈകുന്നേരം കൊണ്ടുപോയി ഇന്ന് പറിച്ചിട്ട് വൈകിട്ട് തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുക്കാനാന്ന് പറഞ്ഞേ. ഞാനോർത്ത് നമ്മള് തമിഴ്നാട്ടിലല്ലേ അങ്ങനെ ബന്ദി കൃഷിയായിട്ട് കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടേ കാണുമായിരിക്കുമല്ലേ, നമ്മളറിയാം. എന്നാണ് നല്ല അടിപൊളി ലൊക്കേഷനാണ്. അതെ, ഭയങ്കര നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ടേ. അതെ, എല്ലാ സാധനങ്ങളും ഉള്ള ഒരു പറമ്പ്. അതെ അതെ അതെ. ആർക്കും ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന നല്ല രീതിയാണ്. എല്ലാം നല്ല പോലെ ചെയ്യുന്നത്. ഒന്നിനുമേ വെളിയിലോട്ട് ഒരു കാര്യത്തിനും പോകണ്ട, എല്ലാ സാധനം വീട്ടിൽ തന്നെ ഉണ്ട്. അതാ ഇതന്നെ ഏട്ടാ, ഇത് ഇവിടെ എങ്ങാണ്ട് സംഭവം സെറ്റ് ചെയ്ത് മരം യൂക്കാലിയുടെ കുറ്റിയാ. യൂക്കാലിയുടെ കുറ്റിയാ അല്ലേ. പക്ഷെ നല്ല രസം, മണ്ണിനകത്ത് ദ്രവിച്ചു പോകാതെ കിടന്നാ. അത് കിളിക്കൂടുവല്ലോ ഉണ്ടാക്കുകയാണെങ്കിൽ വെക്കുവാണെങ്കിൽ നല്ല ഇതാ. ഇതിപ്പോ ക്രിസ്മസ് ഒക്കെ അല്ലായിരുന്നു, ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. ഇതുണ്ടോ, ഇതാണോ പുതിയതായിട്ട് വാങ്ങിച്ച വെച്ചൂർ പശു? ഇത് പുതിയതായിട്ട് വാങ്ങിച്ച വെച്ചൂർ. അതെ അല്ലേ. ഇത് പെട്ടെന്ന് ഇണങ്ങുന്ന സാധനം അല്ലേ. ഇണങ്ങുന്ന. കൊള്ളാലോ. മണം പിടിച്ച് നോക്കുക കേട്ടോ. ഓണറാണോന്ന് അറിയണ്ടേ. ഓണറാണോന്ന് അറിയുന്ന. ഒരു വർഷമായി അല്ലേ. ഇത് ഇത്രേ ഉള്ളൂ സംഭവം.
ഇല്ല കുഴപ്പം, ഞാനൊന്നും ചെയ്യാൻ വന്നതല്ല കേട്ടോ. കേട്ടോ. ആ മണത്ത് ഇത് എന്നേലും വാങ്ങിച്ചോണ്ട് വരണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ലാതെ വെറും കൈയോടെയാണോ കാണാൻ വന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കി എങ്ങനെയുണ്ട്? ആ ശരിയാ, അത് പ്രഗ്നൻ്റ് അല്ലേ? പ്രഗ്നൻ്റാ. ആ ആ ആ കൊള്ളാം. ഏതായാലും ഇതുപോലത്തെ നല്ല ഇത് കൃത്രിമമായിട്ട് ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടുത്തെ അഴിച്ചു വിടുക, ഉള്ള പുല്ല് മാത്രമൊക്കെ പുല്ലൊക്കെ തിന്നുക, പച്ചവെള്ളമൊക്കെ കുടിക്കുക. വേറെ ഓക്ക പിണ്ണാക്കത് അവിടെ ഒരു ഐറ്റവും ഇല്ല. കൊള്ളാം. ആ അകത്തോ? ഇല്ല വേണ്ട, അകത്ത് കയറണമെന്നേ. ഇതിപ്പോൾ ഇന്നിപ്പം ഉച്ച കഴിഞ്ഞ് ഇത് പറിക്കുമല്ലേ അല്ലേ? ഉച്ച കഴിഞ്ഞ് പറിച്ച് നേരെ കമ്പത്തിന് വിടുക. അതിനാണുള്ള സംഭവം. വൻ വിജയമായി തീരട്ടെ കേട്ടോ. അടുത്ത പ്രാവശ്യം ഒക്കെ നല്ല സെറ്റപ്പായിട്ട് നമുക്ക് കുറേ ഏരിയയിൽ ചെയ്യാനുണ്ടല്ലേ? ഒരു രസമല്ലേ? അതെ. അല്ല ഇതൊരു ആദായം ആവുമല്ലോ. ഇത് 3 മാസമാണോ? 3 മാസം എടുത്തില്ല, ശരിക്കും പറഞ്ഞാൽ 1.5 മാസത്തേക്ക് കറക്റ്റ് പോയി. അതെ അല്ലേ? ഹൈബ്രിഡ് തൈയായിരുന്നു. എവിടുന്നാ തൈ കൊണ്ടുവന്നേ? തൈ ദിണ്ടക്കല്ലിൽ നിന്നാണ് നഴ്സറി. ആ ആ ബസ്സിന് കൊടുത്തു. കമ്പത്ത് പോയി എടുത്താൽ മതി. ആ ആ ആ അതിനാളും കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി സെറ്റായിട്ട് വരട്ടെ. ഇത് നല്ല നാടൻ പേരയ്ക്കാ അല്ലേ? നാടൻ പേര അടിപൊളി സാധനമാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ? പഴുത്തമുണ്ടോ എന്ന് നോക്കിയാൽ കുഞ്ഞി. അതേലുണ്ടോ നോക്കിയാൽ? പഴുത്തമുണ്ടോ എന്ന് നോക്കി. എടാ നിങ്ങൾ ഈ പേരയ്ക്കൊന്നും പറിച്ച് തിന്നുവല്ലടാ? തിന്നുവോ? ആണോ? പൂവന്മാഴയല്ലേ ഇത്? ചുമലപ്പൂവൻ. നല്ല അടിപൊളി ഒരു പോലെ അല്ലേ? ഇത് നല്ല പൊക്കമല്ലേ ഈ വാഴയ്ക്ക്? ഭയങ്കര ഹൈറ്റാണ് ഈ വാഴയ്ക്ക്. ഈ സീതപ്പഴം എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ? ആത്തക്ക പോലെ തന്നെ ഇരിക്കുന്നത്. നല്ല മധുരം അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ആ കമ്പലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. പറിച്ചാ? ഇത് പറിച്ച് വിൽപ്പനയുണ്ടോ? ആ ആ ആ പഴുക്കും പോലെ വിൽപ്പനയുണ്ടോ ഇത്? ഇല്ല, വീട്ടാവശ്യത്തിന് എടുക്കുന്നുള്ളൂ. എൻ്റെ മുയലാണോടാ? ആണോ? ആ തടിയുള്ളത് നിന്റെ മുയലും തടിയില്ലാത്ത അവൻ്റെ മുയലും കൊള്ളാലോ. ആ ആ അത് കൊള്ളാം. നല്ല മുയലാ അല്ലേ? എന്നാ അതിന് തിന്നാൻ കൊടുത്തത്? പേരക്കായോ? പേരക്ക കൊടുത്തത് തിന്നുന്നുണ്ടല്ലേ? പേരക്ക കൊടുത്തത് രണ്ടുപേരൂടെ അടിയാ കേട്ടോ. ആ അതുകൊണ്ടോ ആട്ടും കുഞ്ഞുങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ? ആ അതെ, 7 ആട്ടും കുഞ്ഞുങ്ങളോ? ആ കൊള്ളാലോ. ഇതിനെയൊക്കെ ആരാ നോക്കുന്നത്? നീയാണോ നോക്കുന്നത്? പിന്നെ ആരാ നോക്കുന്നത്? അമ്മയാണോ നോക്കുന്നത്? ആ ഹാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ? ആ തള്ള എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ എല്ലാം ചെയ്യുന്നുണ്ടോ? ആഹാ അത് കൊള്ളാലോ. ഓ ഇതാണോ നീ തീറ്റ കൊടുക്കാന്ന് പറഞ്ഞേ? കൊള്ളാലോ. ആ അത് കൊള്ളാം കേട്ടോ. എല്ലാം ഓടി ഓടി തിന്നുന്നുണ്ടല്ലേ? ആ കൊള്ളാം. കണ്ടോ തള്ള വന്ന് നോക്കുന്നുണ്ട്. തള്ളയ്ക്ക് വല്ലതും കിട്ടുമെന്ന് കേട്ടോ. കണ്ടോ ഇനി ഞാൻ ആദ്യമായിട്ട് കാണും ഈ ചെടി. കണ്ടിട്ടുണ്ടോ? വെറൈറ്റി ചെടി കൊലകൊലയായിട്ട് പൂവേ. എങ്ങനെയുണ്ടായിരുന്നു ഫാം വിസിറ്റ് ചെയ്തിട്ട്? അടിപൊളി. പ്രതീക്ഷിക്കാതെ വന്നു. എല്ലാ സാധനങ്ങളും വന്ന വഴിയെ കയറി മൊത്തം കണ്ടു. അപ്പൊ അടിപൊളിയായിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. നമുക്ക് ഒന്നുകൂടെ ഇറങ്ങണം. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു ട്രിപ്പ് കൂടുന്നു. ആയിക്കോട്ടെ. അപ്പൊ പിള്ളേർ മൊത്തം ക്രിസ്മസിന്റെ പരിപാടികളാണ് കേട്ടോ. അവധി ആയി കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം ഇനി എന്തെങ്കിലും സമയം പോക്ക് വേണ്ടേ? അതെ അതെ ഇതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഇപ്പം ഇതും കൃഷിയും കാര്യങ്ങളും ഐസ്ക്രീമിന്റെ പരിപാടിയാണ്. അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു നല്ലൊരു ന്യൂ ഇയർ. ആയിക്കോട്ടെ. ഓക്കെ.